നിങ്ങളിതുവരെ കണ്ടില്ലേ? ഞാൻ വരെ കണ്ടല്ലോ. പെട്ടെന്ന് കണ്ടു. വല്ല വിഷമിക്കേണ്ടി വരും. അതെന്തോ? അതെന്താന്ന് ചോദിച്ചാല് പടം ഇറങ്ങിയിട്ട് കുറെ നാളായി. നല്ല പടമൊക്കെ ഇറങ്ങുമ്പോൾ കണ്ടില്ലെങ്കിൽ സിനിമ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വിഷമമൊക്കെ ഉണ്ടാവും. ട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ആനിമേഷൻ പടം. ആനിമേഷൻ ഇഷ്ടമുള്ളവർക്കും കാണാം, ഇഷ്ടമില്ലാത്തവർക്കും കാണാം. ആര് കണ്ടാലും ഇഷ്ടപ്പെടും. പടം തുടങ്ങുമ്പോഴത്തേനും ഒരു പെട്ടി തുറന്നു വരുന്ന റോബോട്ട്. ആ റോബോട്ട് ആണെങ്കിൽ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവൻ ചെന്ന് വീണേക്കുന്നത് ഒരു ഐലൻഡിലാണ്. അവിടെയാണെങ്കിൽ പട്ടിക്കുറുക്കൻ പോലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കുറെ കുറുക്കന്മാരും മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാരില്ല. ഈ റോബോട്ട് എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നു? അവൻ എങ്ങനെയാണ് ഒരു ടാസ്ക് കിട്ടുന്നത്? ആ ടാസ്ക് എങ്ങനെയാണ് ഇവൻ കംപ്ലീറ്റ് ചെയ്യുന്നത്? അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്നുള്ള സാധനങ്ങൾ ഒരു രാപ്പകൽ രീതിയിൽ അല്ല ഒരു ഒരു ഇമോഷണൽ രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഈ പടത്തിന്റെ ഒരു വൺ ലൈൻ. ഇത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടു നോക്കാം. നല്ലൊരു പടമാണ്. 1.5 മണിക്കൂർ വേണ്ടേ ഉള്ളൂ. പെട്ടെന്ന് കണ്ടു. സൂപ്പർ പടം. ആ പടത്തിന്റെ പേര് പറയാൻ മറന്നുപോയി. പടത്തിന്റെ പേര് വൈൽഡ് റോബോട്ട്. ദി വൈൽഡ് റോബോട്ട് എന്നാണ് പടത്തിന്റെ പേര്. ബൈ.